ഹലോ വെൽക്കം ബാക്ക്. പിക്ക് ആൻഡ് മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാല്, പഞ്ചസാര, കോഫി പൗഡർ, കൊക്കോ പൗഡർ, ഒറിയോ ബിസ്ക്കറ്റ്, അതുപോലെ ഫ്രഷ് ക്രീം, ഇത്രയും ഇൻഗ്രീഡിയൻസാണ് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇതിലേക്ക്. ഇനി നമുക്ക് 3 കപ്പ് പാലെടുക്കാം. അതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ശേഷം അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാലൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് കോഫി പൗഡറാണ് നമ്മളെ കയ്യിലുള്ള വെച്ചാൽ അതെടുക്കാം. ഞാനിപ്പോൾ നെസ്കാഫേയുടെ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 5 ടീസ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരൽപ്പം വെള്ളം കൂടെ ചേർത്തെടുത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോൺഫ്ലവർ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പാല് ഇളം ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് കൊക്കോ പൗഡറും അതുപോലെ കോഫി പൗഡറും കൂടി എടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്ന കോൺഫ്ലവറും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളുടെ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്തത് ഒറിയോ ബിസ്ക്കറ്റ് എല്ലാം എടുത്തിട്ട് അതിൻ്റെ ക്രീമൊക്കെ റിമൂവ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഓരോ ബിസ്ക്കറ്റായിട്ട് എടുത്തിട്ട് പാലിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേൻ്റെ അടിവശത്തായിട്ട് ഫസ്റ്റ് ലെയറായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒറിയോ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള മിക്സിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കിയുള്ള ഒറിയോ ബിസ്ക്കറ്റും കൂടി സോക്ക് ചെയ്തിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. അങ്ങനെ 3rd ലെയർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് കാണുന്ന ചെറിയ ചെറിയ ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഒറിയോ ബിസ്ക്കറ്റിൻ്റെ പൊട്ടുകൾ സോക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാക്സിമം ഫില്ല് ചെയ്യാവുന്ന അത്രയും ഫില്ല് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളുടെ ബാക്കിയുള്ള മിക്സ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള മിക്സ് 4th ലെയറായിട്ട് ഒഴിച്ചു കൊടുത്തു. അവസാനമായിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചു. ഏകദേശം 6-8 മണിക്കൂറോളം ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഡ്രീം കേക്കിൻ്റെ ഏകദേശം അതേ ടേസ്റ്റാണ്. അതുപോലെ തയ്യാറാക്കാനും വളരെ ഈസിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.